മാഡം നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഗോവിന്ദൻ മാഷിനെ ആർക്കാണ് പേടി? ഗോവിന്ദൻ മാഷ് പാർട്ടിയിലെ ഏറ്റവും ദുർബലനായ സെക്രട്ടറിയാണോ? അദ്ദേഹത്തിന് പാർട്ടിയിൽ പുല്ലുവിലയാണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ ജയരാജൻ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു നിലപാടില്ലാതെ പോയി എന്നുള്ള തോന്നൽ ആളുകൾക്കിടയിലുണ്ട്. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാഡത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? MP ഗോവിന്ദൻ ആദ്യം മന്ത്രിയായിരുന്നു. പിന്നെ കോടിയേരിയുടെ മരണശേഷം പെട്ടെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി ആവുന്നു. ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം ആദ്യമേ ലിഖിതമായിട്ടാണെങ്കിലും ആ പാർട്ടിയുടെ ഇത്രയും നാളത്തെ കീഴ്വഴക്കം വെച്ചിട്ടാണെങ്കിലും EP ജയരാജനാണ് പാർട്ടി സെക്രട്ടറി ആവേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആവാവത്തില്ല. ഇപ്പം ഈ ഇഷ്യൂവിൽ തന്നെ EP ജയരാജൻ്റെ ആ ഇഷ്യൂ തന്നെ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു അന്നത്തെ ആ സെക്രട്ടേറിയറ്റിൽ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം EP സീനിയോറിറ്റി വെച്ചും MBയെക്കാളും മുകളിലാണ്. MP ഗോവിന്ദൻ സാർ ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, എല്ലാം. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മാർക്സിസമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ MP ഗോവിന്ദനാണ് പവർഫുൾ. പക്ഷേ ഇവിടെ നടക്കുന്നത് മാർക്സിസമല്ല, ഇവിടെ നടക്കുന്നത് പിണറായിസമാണ്. എന്നുവെച്ചാൽ തിരുവായിക്ക് എതിർവായില്ല. എല്ലാ കാര്യങ്ങളും പിണറായി തീരുമാനിക്കുന്നു. വേറെ പലര് നിയുക്തമായിട്ടുണ്ട്, അവരാണത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ EP ജയരാജനെ തൊടാൻ ഒക്കില്ല, MP ഗോവിന്ദന് തൊടാൻ ഒക്കില്ല. പൊതുജനം കാണുന്ന ഇപ്പൊ EP ഒത്തിരി ട്രോളുകളൊക്കെ ഇറങ്ങാറുണ്ട് EPക്ക്. പക്ഷെ ആ പൊതുജനത്തിന്റെ ഒരു ധാരണയ്ക്ക് അപ്പുറമാണ് EP അതിബുദ്ധിമാനാണ്. EPയെ നമ്മൾ കാണുന്ന കണക്കല്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും EP ഒരു എന്താ പറയുക, ഒരു ക്ലൗൺ കണക്കാണ്, അല്ലെങ്കിൽ ഒരു തമാശ അല്ല. EP അപാര ബുദ്ധി കേന്ദ്രമാണ്. ആ ബുദ്ധി കേന്ദ്രം അദ്ദേഹം തന്നെ മറച്ചു പിടിക്കുന്നത് ഈ ചെറിയ ചെറിയ കോമാളിത്തരവും ട്രോളാവാൻ വേണ്ടി മനഃപൂർവ്വം നിന്നു കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആരും EP സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷേ EPയാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം മുമ്പ് അറിയാമല്ലോ, BSൻ്റെ കീഴിൽ നിന്ന് പാർട്ടിയെ വലിച്ച് ഒറ്റയാൾ പ്രയത്നമായിരുന്നത് വലിച്ച് പിണറായി കൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ പിന്നിൽ EP പ്രധാന റോള്. EPയുടെ റോളും ബുദ്ധിയും EPയുടെ ആയിരുന്നു. അതേസമയം അതേ കണക്കല്ലായിരുന്നു നയനാരും VSും ആയിരുന്നപ്പോൾ. അന്ന് മാർക്സിസമായിരുന്നു. അതായത് CPMനെ സംബന്ധിച്ച് CPMൻ്റെ പാർട്ടി സെക്രട്ടറിയാണ് അവസാന വാക്ക്. പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിശക്തനായ ഒരാളാണ് പാർട്ടി സെക്രട്ടറി. ഇപ്പം നമുക്ക് ഒരുപാട് ആളുകൾ VS പാർട്ടി സെക്രട്ടറി ആയിരുന്നു, EK നായനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പിണറായി വിജയൻ ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, അതിനു മുമ്പ് EMS നമ്പൂതിരിപ്പാട്, അങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ. അവരെല്ലാം പവർഫുള്ളായ ഭരണം വന്നാൽ പോലും പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരണം. അതിനപ്പുറത്തേക്ക് VSൻ്റെ കാലത്ത് പിണറായി ശക്തമായി പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. നായനാർ ഭരിച്ചിരുന്ന കാലത്തും VSൻ്റെ ശക്തമായ ഒരു കടിഞ്ഞാൺ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? MP ഗോവിന്ദൻ മാസ്റ്റർ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്തിയതായിട്ട് കാണുന്നില്ല. ഇവിടെ സംഭവിച്ചതിൻ്റെ പിന്നിൽ നമ്മൾ കുറച്ച് പിന്നിലോട്ട് ആലോചിക്കണം. അത് ഇപ്പോൾ രംഗം ആ പടം വ്യക്തമാവും. ഇത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്
അദ്ദേഹം പഠിച്ചപടിയും ശ്രമിച്ചു VS-നാക്കരുതെന്ന്. സീതാറാം യെച്ചൂരിയുടെ ഒരേ ഒരാളുടെ പിടിവാശിയിലാണ് അത് നടന്നത്, VS ആയത്. അന്ന് ഈ കേന്ദ്ര കമ്മിറ്റിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാനും പിന്നെ മുഖ്യമന്ത്രിയാക്കാനും ആ ഹോൾ ഡ്രാമ അതിൽ. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അവരുടെ ഇതുണ്ടല്ലോ, അവർക്കൊരു പിടിയുണ്ടായിരുന്നു കേരള പോളിറ്റിക്സിൽ. ഇപ്പം അതില്ല. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ മൈൻഡ് ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്ന് എന്തെങ്കിലും പറയും, ഇവിടെയുള്ളവർ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും, മൈൻഡ് പോലും ചെയ്യാറില്ല. അന്ന് തന്നെ എനിക്ക് വളരെ പ്രത്യക്ഷമായിട്ട് ഓർമ്മയുള്ളത് ശൈലജ ടീച്ചറിൻ്റെ കേസ്. ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം, മൈൻഡ് ചെയ്തില്ലല്ലോ. അപ്പം ജനം മുറവിളി കൂട്ടുന്നു. ചാനലുകാർ എന്ന് സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട് അവിടുത്തൊക്കെ പറയുമ്പം അവർ പറഞ്ഞു ഷീ ഷുഡ് ബി മെയ്ഡ് എ മിനിസ്റ്റർ, അവരെ മന്ത്രിയാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, പക്ഷെ ഇവിടെ വേറെ തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞു. പാർട്ടിയല്ലേ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ പാർട്ടിയുടെ നേതൃത്വം ഇവിടെ, ഈ സംസ്ഥാന ഘടകം ഇവിടെ ആരാണ് പവർഫുൾ? അപ്പോൾ ഈ രണ്ടാം തവണയും ഇദ്ദേഹത്തിന് കിട്ടി അധികാരത്തിൽ വന്നപ്പം ഇവിടെ മാർക്സിസം അല്ല, പിണറായിസം മാത്രമാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ തന്നെ നോക്ക്, ആർക്കെങ്കിലും ഒരാൾക്ക് ഇദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കാൻ നോക്കും, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പണ്ടൊക്കെ ഈ മന്ത്രിസഭയിലേക്ക് വരുന്ന തലമുതിർന്ന പരിചയസമ്പന്നരായ ആളുകളാണ് മന്ത്രിസഭയിൽ. കാരണം അത്രയും ഭരണപരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പറ്റി തെളിഞ്ഞ പരിചയമുണ്ട്. കാരണം ഉദ്യോഗസ്ഥര് ഇവരെ നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ അതിനകത്തുണ്ട്. മറ്റൊന്ന് ജനകീയരായിട്ടുള്ള ആളുകളെ മന്ത്രിസഭയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഉള്ള ആളുകളില്ല. ഇപ്പൊ എല്ലാ ഇതിലും ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിലും അതിന് പിണറായിയുടെ ക്ലിയറൻസ് വേണം. അപ്പോൾ ഇതിപ്പം രാജാവിൻ്റെ ഭരണമോ? നമുക്കത് തോന്നിപ്പോവാറില്ലേ? കാരണം ഇപ്പം ഇവിടെ കൊടും ചൂട്, ഇലക്ട്രിസിറ്റിയുടെ ഇതുകൊണ്ട് കൂടുന്ന, അതിൽ അവസാനത്തെ വാക്ക് പിണറായിയാണ്, ഇദ്ദേഹത്തിൻ്റെ വാക്കല്ല. ഇലക്ട്രിസിറ്റി മിനിസ്റ്ററിൻ്റെ കൃഷ്ണൻകുട്ടിയുടെ വാക്കല്ല. XYZ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററിൻ്റെ വാക്കല്ല. അവസാനത്തെ വാക്ക് പിണറായിയുടെ വാക്കാണ്. ഓഫ് കോഴ്സ് ആ കാര്യങ്ങളിലൊക്കെ വരുമ്പം ഒരു CM-ന് വോയിസ് ഉണ്ട്. പക്ഷെ ആ വോയിസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യും. ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ വരുമ്പോൾ CM-ന് വോയിസ് ഉണ്ട്, പേരുകളൊക്കെ അപ്രസക്തം. അപ്പം ആ ഒരു ഇതിലാണെങ്കിൽ CM-ന് വോയിസ് ഉണ്ട്. പിന്നെ അല്ലാത്ത കാര്യങ്ങളിലാണെങ്കിലോ, ഇപ്പം സ്കൂൾ കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിലും പിണറായിയാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ഇതിലും പിണറായി പറഞ്ഞിട്ടേ ഇവർക്ക് എന്തും ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണോ ഗോവിന്ദൻ മാഷിന് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം അത്ര സെക്രട്ടറി എന്നുള്ളത് ഇപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പാണെന്നുള്ള ഒരു സംസാരം തുടങ്ങിയിട്ടില്ലേ പാർട്ടിയിൽ? കാരണം സെക്രട്ടറി വല്ലതും പറഞ്ഞാൽ അതിന് ഓവർറൂളിയ ആൾക്കാരുണ്ട്. മുഹമ്മദ് റിയാസില്ലേ, മുഹമ്മദ് റിയാസിന് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ നോക്കൂ? ആ പാർട്ടിയിൽ ആരെങ്കിലും ഒന്ന് മുഹമ്മദ് റിയാസ് പറയേ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ചെയ്യുന്നതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് നോക്ക്, അപ്പം ആക്ഷൻ എടുക്കും. അതെവിടെ നിന്ന് വരുന്ന ആക്ഷനാണ്? പണ്ട് പാർട്ടിയിൽ നിസ്സാര നമ്മളെ പൊതുജനത്തിന് ചെറിയ കുറ്റം എന്നല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് അതൊക്കെ അക്ഷന്തികമായ തെറ്റുകളാണ്. ഇത്തരം തെറ്റുകൾക്കാണ് പല നേതാക്കന്മാരെയും പുറത്താക്കിയിട്ടുള്ളത്. വലിയ ആളുകളൊക്കെ പുറത്താക്കി. അത് ഉന്നത നേതാക്കന്മാരെയൊക്കെയാണ് പുറത്താക്കിയത്. MV രാഘവനെ പോലും ഇന്നാണെങ്കിൽ അപ്പോൾ ഈ ചെയ്യുന്ന ഇപ്പോഴെന്നല്ല, പലപ്പോഴായിട്ട് നേരത്തെ തന്നെ പാർട്ടി നടപടിയെടുക്കേണ്ട ഒരാളായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പിക്കെതിരെ നടപടിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഗൗരിയമ്മയൊക്കെ നിസ്സാര കാര്യത്തിനാണ് പാർട്ടി ഇതിഹാസ നായികയാണ് പാർട്ടി. അപ്പോൾ EPയെ പേടിച്ചാണോ ഈ ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്?
EPA മാത്രമല്ല, ഇ പിയെ പേടിയുണ്ടോ ഗോവിന്ദൻ മാഷ്? EPA മാത്രമല്ലല്ലോ പിണറായി പേടിക്കുന്നത്. പിണറായി ആക്കിയത് തന്നെ EPA അല്ലേ. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക ഇപ്പോഴത്തെ സിനാരിയോയിൽ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പിണറായി ആക്കിയത് EPA ആണ്. കാരണം പാർട്ടിയെ പതുക്കെ VSൻ്റെ, അല്ലെങ്കിൽ VSനായിരുന്നു ഏറ്റവും കൂടുതൽ ജനപിന്തുണ. അത് തന്നെ മൊത്തം മാറ്റി അണികളെയും എല്ലാവരെയും ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ. അപ്പോൾ അതിനൊരു ഉപകാരസ്മരണ വേണമല്ലോ. അതിപ്പം കോടിയേരി വിചാരിച്ചാൽ നടക്കും. പിന്നെ കോടിയേരിയും ഇതായിട്ട് വരുമ്പം, കോടിയേരിയുടെ കാര്യം വരുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കവെയാണ് കോടിയേരിയുടെ മകൻ്റെ കേസ് വരുന്നത്. മകൻ്റെ കേസ് വന്നപ്പോൾ എന്ത് പറ്റി? കോടിയേരി മാറി നിൽക്കണമെന്ന് പൊതുവേ ഒരു സംസാരം, വെറും ഒരു സംസാരം മാത്രമേ വന്നുള്ളൂ. ഉടനെ തന്നെ കോടിയേരിയെ രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ് മാറിയെന്നു. അത്രയും മാന്യത കോടിയേരി കാണിച്ചു. അപ്പം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അലിഗേഷൻസോ എന്തൊക്കെ ആരോപണങ്ങളാണ് വരുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളിൽ നിന്ന് മകൻ്റെ ഭാര്യ ബന്ധുക്കൾ, അവിടെ എല്ലാം ചുറ്റിപ്പറ്റി. അപ്പം ശരിക്കും പറഞ്ഞാൽ ധാർമ്മികമായിട്ട് പിണറായി മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ലേ. നമുക്ക് എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. സർവശക്തനാണ് CPMൻ്റെ പാർട്ടി സെക്രട്ടറിമാർ. കേരളത്തിൽ മറ്റേത് പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പദവിയിലിരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് ഒന്നും, അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന വെയിറ്റ് ഒന്നും KPCC പ്രസിഡന്റിന് ഒരു കാലത്ത് കിട്ടിയിട്ടില്ല. സർവശക്തനാണ്. അങ്ങനെ സർവശക്തനായ സെക്രട്ടറിയായി മാറാൻ ഗോവിന്ദൻ മാഷിന് എന്തെങ്കിലുമൊക്കെ വിലങ്ങുതടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടട്ടെ എന്ന് സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനേ ഒക്കുള്ളൂ. പക്ഷെ അത് തീരുമാനിക്കുന്ന പിണറായിയാണ്. അവസാന വാക്ക് പിണറായിക്കാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.